ഈ തെരഞ്ഞെടുപ്പിന്റെ വീറും വാശിയും ഒക്കെ പരിഗണിച്ചാൽ ചിലയിടങ്ങളിലെങ്കിലും വാക്കേറ്റവും തർക്കവും ഒക്കെ നടക്കാൻ സാധ്യതയുണ്ടെന്ന് കരുതിയിരുന്നു. പക്ഷേ ഇതുവരെ അങ്ങനെയൊന്നും കാര്യമായി ഉണ്ടായില്ല. ഒറ്റപ്പെട്ട മെഷീൻ തകരാറ്, അതുപോലെ നേരത്തെ ഒരു കള്ളവോട്ടിന്റെ വോട്ട്, അത് കള്ളവോട്ട് തന്നെയാണോ എന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ല. ഇപ്പോൾ പക്ഷേ മലമ്പുഴയിൽ നിന്ന് അതുപോലെ ഒരു വാർത്ത വരുന്നുണ്ട് വിജി. അതെ, പുതുപ്പരിയാരത്താണ് ബൂത്ത് നമ്പർ 60-ൽ കള്ളവോട്ട് നടന്നെന്ന് പരാതി. വിജയൻ എന്ന വയോധികൻ വോട്ട് ചെയ്യാനെത്തിയപ്പോൾ വോട്ട് ചെയ്തുവെന്നാണ് അധികൃതർ പറയുന്നത്. പ്രിയ അളവള്ളി മഠം വിശദാംശങ്ങളുമായി ചേർന്നുണ്ട്. അതെങ്ങനെയാണ് പ്രിയ, വിജയൻ എത്തിയപ്പോഴേക്ക് വിജയന്റെ വോട്ട് ചെയ്തു കഴിഞ്ഞത്? പുതുപ്പരിയാരം MMUP സ്കൂളിലെ ബൂത്താണിത്, 60-ാം നമ്പർ ബൂത്ത്. ഇതിൽ 915 ക്രമനമ്പറിലുള്ള വിജയൻ എന്ന പുതുപ്പരിയാരം സ്വദേശി അല്പം മുമ്പാണ് ഇവിടെ വോട്ട് ചെയ്യാനെത്തിയത്. വോട്ട് ചെയ്യാനെത്തിയപ്പോൾ അദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ കഴിയുന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ പേരിലുള്ള വോട്ട് മറ്റാരും ചെയ്തു എന്നാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത്. വിജയൻ ഇപ്പോൾ ഉണ്ട്. എന്താണ് സംഭവിച്ചത്? ഞാൻ വോട്ട് ചെയ്യാൻ പോയി നോക്കിയ സമയത്ത് അവർ നോക്കിയ സമയത്ത് പറഞ്ഞാൽ നിങ്ങളെ വോട്ട് ചെയ്തിരിക്കുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു അതെങ്ങനെ എന്റെ വോട്ട് ചെയ്യും? അപ്പൊ നിങ്ങളെ എന്റെ ഫോട്ടോ നോക്കിയില്ലേ ചോദിച്ചപ്പോ അത് പറ്റിപ്പോയി, നിങ്ങൾക്ക് ബാലറ്റ് ചെയ്യാം. ഞാൻ ബാലറ്റ് ചെയ്യില്ല, എനിക്ക് ഇത് തന്നെ ചെയ്യണം പറഞ്ഞു. അത് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞു. പിന്നെ ഇവരെ കൂടി വന്നിട്ടാണ് നിങ്ങളൊക്കെ വിളിച്ച് സംസാരിച്ചത്. വേറെ ആരെങ്കിലും ചെയ്തു തോന്നുന്നുണ്ടോ? വേറെ ആൾ ചെയ്ത് പോയിരിക്കണു, വേറെ ആൾ ചെയ്ത് ഒപ്പിട്ട് പോയിരിക്കണു. അതാണ് സംഭവം. അപ്പൊ എന്റെ ഈ ഫോട്ടോ അവർ കാണില്ലേ, അപ്പൊ ഫോട്ടോ നോക്കാണ്ട് അവര് വോട്ട് ചെയ്യാൻ സമ്മതിക്കുകയും ചെയ്തു. അയാളെ കൊണ്ട് ഒപ്പിടിച്ചു. അപ്പൊ അത് തെറ്റന്നല്ലേ ചെയ്ത്? വോട്ട് പോയോ? വോട്ട് പോയി എന്നാ തോന്നുന്നത്. നമ്മുടെ അതെ അതെ. എങ്ങനെയാണ് അറിഞ്ഞത്? എങ്ങനെയാ? അതായത് ഇപ്പൊ നമുക്ക് ബൂത്ത് ഏജന്റ് വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ വന്നത്. കാരണം ആദ്യം ഇരുന്ന BJPയുടെ ബൂത്ത് ഏജന്റ് ആദ്യം ഇരുന്ന വ്യക്തി മാറിയ ശേഷം രണ്ടാമത്തെ ആള് വന്നു. അപ്പൊ ആദ്യം ഇരുന്ന വ്യക്തി വന്ന സമയത്താണ് ഈ 915 പോൾ ചെയ്ത് പോയിട്ടുള്ളത്. അപ്പൊ രണ്ടാമത് ഈ ഇദ്ദേഹം വന്ന സമയത്ത് യഥാർത്ഥത്തിലുള്ള ഇദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ മറ്റ് രണ്ട് ഏജന്റുമാരും ഇതിനെക്കുറിച്ച് യാതൊരു അക്ഷരം വേണ്ടുന്നില്ല. പിന്നിൽ ആരാന്ന് തോന്നുന്നത്? അതായത് നമുക്കറിയാം മലമ്പുഴ മണ്ഡലത്തിൽ മൊത്തം ഡീൽ വിഷയം കത്തി നിൽക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇനിയിപ്പോ ആ ഒരു വിഷയത്തിലെ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയമാണോ ഞങ്ങൾക്കറിയില്ല. പക്ഷെ ഒരാളുടെ സമുദായ അവകാശം നിഷേധിക്കാൻ ആർക്കും കഴിയില്ല. ആരഡ്ജസ്റ്റ് ചെയ്തു പറയണത്? തീർച്ചയായിട്ടും അതിപ്പോ ആരഡ്ജസ്റ്റ് ചെയ്യുന്നുള്ളൂ. കാരണം BJP ആണല്ലോ ഈ ഒരു ഒബ്ജക്ഷൻ വെച്ചതുള്ളത്. അപ്പൊ മറ്റു രണ്ട് പാർട്ടിക്കാരെ ആരാണെന്നുള്ളത് നമുക്ക് ഉദ്ദേശിക്കേണ്ട, അതായത് നമുക്ക് കൃത്യമായിട്ട് അറിയാമല്ലോ. കാരണം BJPയുടെ ഒരു ബൂത്ത് ഏജന്റാണ് കൃത്യമായിട്ട് ഈ ഒരു വിഷയം ഉന്നയിച്ചിട്ടുള്ളത്. കാരണം ഉദ്യോഗസ്ഥർ എന്താ പറയുന്നത്? ഉദ്യോഗസ്ഥർ പറയുന്നത് ആൾക്കിപ്പം നിലവിൽ വോട്ട് ചെയ്യാൻ കഴിയില്ല എന്ന് പറയും. പക്ഷേ ബാലറ്റിലൂടെ വോട്ട് ചെയ്യണമെന്ന് പറയും. നമ്മൾ പറയുന്നത് അതല്ല. കാരണം ബാലറ്റിലൂടെ സമ്മതിദായ അവകാശം കൊടുത്താലും, അതായത് യഥാർത്ഥ ഒരു പൗരൻ നിലയിൽ അദ്ദേഹത്തിന് അവകാശമാണ് വോട്ടവകാശം, അത് നിഷേധിക്കപ്പെടുകയാണ് അവിടെ ചെയ്യുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇത്രയും സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ പ്രിസൈഡിംഗ് ഓഫീസർ ആയിക്കോട്ടെ, അതുപോലെ തന്നെ അവിടെ ഇരിക്കുന്ന മറ്റു ഉദ്യോഗസ്ഥരായിക്കോട്ടെ, ഈ ID ചെക്ക് ചെയ്ത ശേഷം ഈ വ്യക്തി തന്നെയാണെന്ന് ഉറപ്പുവരുത്തി ഉള്ളിലേക്ക് വിടാൻ. ചേട്ടൻ വോട്ട് ചെയ്തേ പോകുന്നുള്ള ഉറപ്പിച്ചിട്ട് തന്നെയാണോ? അങ്ങനെ വോട്ട് കിട്ടില്ലല്ലോ, ഇപ്പൊ നിവൃത്തിയില്ലല്ലോ. മടങ്ങാണ്, തിരിച്ച് വീട്ടിലേക്ക് പോകണം. എന്റെ പേരിൽ ഒരാൾ വോട്ട് ചെയ്തില്ലേ? ഈ നട്ടുച്ച വെയിലത്ത് വോട്ട് ചെയ്യാൻ വന്നതാണ്. വോട്ട് ചെയ്യാൻ 1.5 മണിക്കൂർ നിന്നിട്ടാണ്. 1.5 മണിക്കൂർ നിന്നിട്ടാണ് ഇപ്പൊ ഇവിടെ എങ്ങനെയായത്? എന്നിട്ട് വീണ്ടും നിങ്ങളെ കാത്തിട്ട് 1/2 മണിക്കൂർ ഞാൻ ഇവിടെ. അപ്പൊ ഇനി പരാതി ആയിട്ട് പോകാനാണോ? കാരണം പുള്ളിയെ എങ്ങനെയാണോ വോട്ടിംഗ് സംവിധാനത്തിലൂടെ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുക, ആ ഒരു രീതിയിൽ ഇവിടെ ചെയ്ത ശേഷം മാത്രമേ അദ്ദേഹത്തെ നമുക്ക് ഞങ്ങളെ സംബന്ധിച്ചോളം അദ്ദേഹത്തെ വിജയൻ ചേട്ടനെ ഫ്രീ ആക്കിയത്. വിജയൻ ചേട്ടൻ ഇല്ലെങ്കിൽ നമുക്കെതിരെയും പരാതി പറയും. എന്തായാലും വിജയൻ ചേട്ടന്റെ വോട്ട് മറ്റാരോ ചെയ്തു. 1.5 മണിക്കൂർ. കൗതുകകരമായ കാര്യം, ഒരു ബൂത്ത് ഏജന്റ് മാറിയിരുന്ന സമയത്ത് വോട്ട് ചെയ്തു എന്നാ പറഞ്ഞേ. അപ്പോൾ ആദ്യം ഇരുന്ന ബൂത്ത് ഏജന്റ് സമയത്താണ് 915 എന്നുള്ള നമ്പർ വോട്ട് ചെയ്തതെങ്കിൽ അവിടെ ഇരിക്കുന്ന ബൂത്ത് ഏജന്റന്മാർക്ക് ഒന്നെങ്കിൽ അറിയാവുന്നതോ അല്ലെങ്കിൽ അറിഞ്ഞിട്ട് കണ്ണടച്ചോ ആണ്. കാരണം മറ്റൊരാളാണ് വന്ന് ഈ വിജയന്റെ വോട്ട് ചെയ്യുന്നതെങ്കിൽ അത് തിരിച്ചറിയുകയും തടയുകയും ചെയ്യേണ്ടതായിരുന്നു. അതിന്